എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ അച്ചാറാണ്. ആദ്യമായിട്ടൊക്കെ മീൻ അച്ചാർ ഉണ്ടാക്കുന്നവരാണെങ്കിലും ഈ ഒരു രീതിയിൽ കറക്റ്റ് അളവുകൾ എടുത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ അച്ചാർ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മീൻ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് 2.25 കിലോ അളവിൽ മീൻ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 2.25 കിലോ എന്ന് പറയുമ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവല്ല കേട്ടോ. 2.25 കിലോ അളവിൽ മീനാണ് ടോട്ടൽ ഇതിലേക്ക് വാങ്ങിയത്. അപ്പോൾ നമ്മളൊരു ക്ലീൻ ചെയ്ത ഒരു വേസ്റ്റ് ഒക്കെ മാറ്റിയതിന് ശേഷം ആ ഒരു തലവശം എല്ലാം മാറ്റിയിട്ട് ആ ഒരു കഷ്ണം മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മീനിന്റെ അളവിലാണ് കേട്ടോ ബാക്കി ചേരുവകളെല്ലാം ഞാൻ ഇതിൽ പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചൂരമീനാണ്. അപ്പോൾ ഈ ഒരു മീനിലേക്ക് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 to 6 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മീനുള്ളത് കൊണ്ട് ഒരു 5 to 6 ടേബിൾ സ്പൂൺ എങ്കിലും നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 6 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം നല്ലൊരു കളർ ഉണ്ടാവും, ഒരുപാട് എരിവ് ഉണ്ടാവത്തുമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികൾ മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇത്രയും പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക. ഒരു 15 മിനിറ്റിനൊക്കെ ശേഷം ഇതുപോലൊരു പാനിലേക്ക് അത്യാവശ്യം ഞാൻ കുറച്ചേറെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റ് അച്ചാറൊക്കെ ഇടുമ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മീൻ അച്ചാർ ഇടുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചെയ്താൽ മീനച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അച്ചാറാവുമ്പോൾ അറിയാലോ കുറച്ച് ഏറെ തന്നെ ഓയിൽ വേണം. ഈ ഒരു ഓയിൽ നല്ല ചൂടായിട്ട് കിടക്കാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു മീൻ കഷ്ണങ്ങൾ ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇത്ര ഏറെ മീനുള്ളത് കൊണ്ട് ഒരു 3-4 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മീൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അച്ചാറിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു പച്ചൊരു ചൊവ വരും. അപ്പോൾ നന്നായിട്ട് നല്ല മൊരിച്ച് വേണം കേട്ടോ നമ്മൾ ഈ ഒരു മീൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഈ ഒരു മീൻ നന്നായിട്ട് തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതുപോലെ നല്ല മൊരിച്ച് വേണം നമ്മൾ ഈ ഒരു മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സെയിം രീതിയിൽ നല്ല മൊരിച്ച് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എല്ലാ മീനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ, അതായത് 250 ml കപ്പിൽ കറക്റ്റ് 1 കപ്പ് അളവിൽ വെളുത്തുള്ളി ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആ ഒരു 1 കപ്പ് അളവിൽ വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി വെളുത്തുള്ളി അത്യാവശ്യം മൂത്ത് വരുന്ന സമയത്ത് ആ ഒരു വെളുത്തുള്ളി എടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ, അതായത് ഇതും 250 ml കപ്പിൽ കറക്റ്റ് 1 കപ്പ് അളവിൽ ഇഞ്ചി ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആ ഒരു ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ വെളുത്തുള്ളി അത്യാവശ്യം പകുതിയോളൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇഞ്ചിയും അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 10ഓളം പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ നെടുകെ കീറി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10ഓളം പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇനി ഇത് എല്ലാം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ ഇത് കണ്ടില്ല, നന്നായിട്ട് ഇതുപോലെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ആ ഒരു ഓയിലോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മീനില്ല, ഈ ഒരു മീനിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 10 തണ്ടോളം കറിവേപ്പില, അത്യാവശ്യം ഏറെ തന്നെ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റും മണവും കിട്ടും. അപ്പോൾ ഒരു കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇത് നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് 250 ml കപ്പിൽ കറക്റ്റ് 1 കപ്പ് അളന്നെടുത്ത് വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണിത്. ആ ഒരു മുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എരിവ് ഒരുപാടങ്ങ് കൂടിപ്പോവും. കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 250 ml കപ്പിൽ കറക്റ്റ് 1 കപ്പ്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഓയിൽ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിന് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മീനിലേക്ക് ഈ ഒരു മിക്സും കൂടി ഇട്ട് കൊടുക്കുക.
ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 250 ml കപ്പിൽ കറക്റ്റ് 1 കപ്പ് അളവിൽ വിനാഗിരി ഞാൻ അളന്നെടുത്തിരിക്കുന്നതാണ്. ആദ്യം ആ ഒരു കപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ കൂടുതലുണ്ട് കേട്ടോ. ഇത് ആ ഒരു 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1/4 കപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു വിനാഗിരി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്താണ് ഈ ഒരു വിനാഗിരി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. വിനാഗിരി നമ്മൾ വെറുതെ പച്ചക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ ചൂടാക്കിയിട്ട് തന്നെ വേണം കേട്ടോ ഈ ഒരു മീനിലേക്ക് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ആ ഒരു എരിവും പുളിയും ഉപ്പും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമേ ഒന്നും ഇല്ലാത്ത നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെച്ചിട്ടാണെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം കൂടുതലിരിക്കും. നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത് സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് എടുക്കുമ്പോൾ ആ ഒരു സ്പൂണിലൊന്നും ഒട്ടും തന്നെ വെള്ളമേ കാണരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊന്നും കേടാകാൻ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ ഒപ്പം ഈ ഒരു മീനച്ചാർ മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മീനച്ചാർ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.